ഗായ്സ്, ഇന്നാട്ട് പിറന്നാളായി. ഇന്നാളുടെ പിറന്നാളാണ്. രാവിലെ തൊപ്പിയും വെച്ച് അമ്പലത്തിലോട്ടാണെന്നല്ലേ? അല്ല കേട്ടോ, കടയിലോട്ടാണ്. രാവിലെ അടുക്കളയിൽ ചെന്നപ്പോഴാണ് ഉപ്പില്ല എന്ന് പറഞ്ഞത്. ഉപ്പില്ലെങ്കിൽ പിന്നെ കറി വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അച്ഛനെ മോളെ ഞാൻ കടയിലോട്ട് പറഞ്ഞു വിട്ട സീനാണ്. ഇപ്പം ഡിസംബറൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം മഞ്ഞും കാര്യങ്ങളൊക്കെ ആണല്ലോ. തൊപ്പി വെച്ച് പോയില്ലെങ്കിൽ നല്ല ഒന്നാന്തരമായിട്ട് പണി കിട്ടും. അപ്പം അതുകൊണ്ട് ഞങ്ങൾ തൊപ്പിയൊക്കെ വെച്ച് പോയി കടയിൽ പോയി ഉപ്പൊക്കെ മേടിച്ച് പോകുന്നത്. പിന്നെ വേണ്ടതിന് കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തിൽ പോയി. എനിക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പുറത്ത് നിന്നു. അച്ഛനെ മോളെ ഞാൻ അമ്പലത്തിലൊക്കെ പറഞ്ഞു വിട്ടു. പിന്നെ വീട്ടിലൊന്നൊരു കുട്ടി സദ്യ റെഡിയാക്കി. അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് 5-6 ഐറ്റംസൊക്കെ ആയിട്ട് പരിപ്പ്, സാമ്പാർ, ക്യാബേജ് തോരൻ, എരിശ്ശേരി, പപ്പടം, പഴം, പായസം, അങ്ങനെ കുട്ടി ഐറ്റംസ്. പഴം ഞാൻ പറഞ്ഞത് മാറിപ്പോയതാണ്. പഴം ഉണ്ടായിരുന്നില്ല, ഏത്തപ്പഴമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഏത്തപ്പഴം എനിക്ക് സദ്യയിൽ വിളമ്പാൻ എത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഏത്തപ്പഴം വിളമ്പില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനുമായിട്ട് അങ്ങോട്ടും മാറിക്കൊടുത്തു. പുള്ളിക്കാരത്തേക്ക് സദ്യ, ചോറ് ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമല്ല കഴിക്കാനായിട്ട്. പിന്നെ പിറന്നാളായതുകൊണ്ട് നമ്മൾ സദ്യ കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ലെന്ന് വിചാരിച്ച് മാത്രം കുറിച്ച് സദ്യ റെഡിയാക്കിയതാണ്. പിന്നെ അവളുടെ കൈവച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് വായിലോട്ട് നിന്നൊക്കെ വാരി വെക്കാൻ നോക്കി. എന്നാലും അത്ര താല്പര്യമൊന്നും ഉണ്ടായില്ല. പിന്നെ അവളുടെ മുണ്ടും കാര്യങ്ങളൊക്കെ വലിച്ചു മാറ്റി ഒരു പപ്പടം പുറത്തു കൊണ്ടിട്ട് പൊടിച്ച് അത് തിന്നുന്ന സീനാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ ഞാൻ അധികമൊന്നും പറയാനായിട്ട് പോയില്ല. പിറന്നാളായിട്ട് വരുന്നത് ചീത്ത പറഞ്ഞ് കുളവാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അവളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ വിട്ടുകൊടുത്തു. പിന്നെ ഞങ്ങൾ പായസം കുടിക്കാതിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നപ്പോഴത്തേനും കുറച്ച് ഞാൻ പായസം കൊടുത്തു. പിന്നെ എന്തോ പായസം കുടിച്ച് മതിയായിട്ടാണോ ഇഷ്ടപ്പെടാതിരിക്കുന്നത്, മൊത്തം തുപ്പലായിരുന്നു. അതെല്ലാം തുപ്പിക്കഴിഞ്ഞ് പിന്നെ എൻ്റെ ഹോളിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ കാണിച്ചു തരാം. ആന കരിമ്പിൻകാട്ടി കയറിയ അവസ്ഥ പോലെയായിരുന്നു. ഹോള് നിറയെ പപ്പടവും ഇലയും ചോറും അതും ഇതൊക്കെ ആയിട്ട് എനിക്ക് നല്ല ഒന്നാന്തര പണിയാണ് അവളെനിക്ക് തന്നത് പിറന്നാളായിട്ട്. പിന്നെ അതെല്ലാം മൊത്തം ഞാനൊന്ന് ക്ലീനാക്കി. ഞങ്ങൾക്കൊന്ന് സ്ഥലം വരെ പോകാനായിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഞാൻ ഇന്ന് മലക്ക് പോവാണ്, അപ്പം ഒന്ന് വീട് വരെ പോകണം. അപ്പം തന്നെ ഞാൻ വേഗം തന്നെ അത് മൊത്തം ക്ലീനാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ 4 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ എത്തണം. അപ്പം അതുകൊണ്ട് തന്നെ ആ സമയമൊക്കെ ആകുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വീട്ടിലോട്ട് പോയി. അപ്പം അത്രയേ ഉള്ളൂ.